എല്ലാരെക്കാളും കൂടുതൽ നിങ്ങൾക്കാ എന്റെ പ്രയാസങ്ങളെ കുറിച്ച് അറിയാവുന്നത്. എന്റെ മായമോളെ പോലെയാ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നത്. നിങ്ങളോടാ ഞാൻ എല്ലാം പറയാറുള്ളത്. മൈ പ്രോബ്ലംസ്, മൈ കൺഫ്യൂഷൻസ്. ഫൈൻ ആർട്സ് കോളേജിലെ വലിയ പദവി വലിച്ചെറിഞ്ഞപ്പോഴും നിങ്ങളോടാ ഞാൻ അനുവാദം ചോദിച്ചത്. ഒക്കെ മറക്കാൻ വേണ്ടി ഒരല്പം മദ്യപിച്ചതിനാ എന്റെ മോളിപ്പോ എന്നോട് പിണങ്ങി നിൽക്കുന്നത്. അവക്കറിയില്ലല്ലോ. ഹലോ അങ്കിൾ, ആരോടാ ഇങ്ങനെ അവലാദികളും പറഞ്ഞോണ്ടിരിക്കുന്നേ? ഇവരോട് ആവലാദികളല്ല, സത്യങ്ങളാ. എവിടാ മോളെ നീ ആ കുപ്പി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അതിലിനി ഒന്നുമില്ല പപ്പ, ഒക്കെ തീർത്തില്ലേ? അത് കള്ളം. നീ അതിങ്ങ് എടുത്തോണ്ട് വന്നേ, ഇത്തിരൂടെ കുടിക്കട്ടെ. ഒക്കെ ഒന്ന് മറക്കാനാ മോളെ. കുടിച്ചാ മറന്നതൊക്കെ വീണ്ടും വീണ്ടും ഓർമ്മ വരിക. അതുകൊണ്ട് പപ്പ എത്തിട്ട് ഉണ്ടായിരുന്നേ. നീ പറഞ്ഞാ ഞാൻ കേക്കാം. എന്റെ പ്രതീക്ഷ മുഴുവൻ നീയാ. ഒരു ജോലി വേണം നിനക്ക്. മൂത്തവക്ക് അതില്ലാതെ പോയി. അതിന്റെ ദുരിത അവളിപ്പോ അനുഭവിക്കുന്നത്. പേര് കേട്ട തറവാട്ടിലെയാന്നും പറഞ്ഞ ആ കേസില്ലാ വക്കീലിന് കല്യാണം കഴിച്ചു കൊടുത്തത് എന്റെ തെറ്റാ. പെയിന്റിങ് പഠിക്കാൻ ബറോഡയിൽ പോയ എന്റെ റോബർട്ടിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. മായ പറഞ്ഞത് നേരാ. അങ്കിൾ ഇതൊക്കെ ഓർമ്മിക്കാനാ കുടിക്കുന്നേ? ആ അതാ വന്നു ലിസി സൈമൺ സക്കറിയ. ചെല്ലേ, ക്ലബിലേക്ക് വേണ്ട എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ വെച്ച് മറന്നു കാണും. മോളെ, നീ എവിടാ കുപ്പി ഒളിപ്പിച്ചു വെച്ചത്? അങ്കിൾ ഇത്തിരി കിടന്ന് ഉറങ്ങിക്കോളൂ, എന്നിട്ടാവും ബാക്കി. ഉറക്കം വരണ്ടേ മക്കളെ? ഇത്തിരി കൂടെ കിട്ടിയിരുന്നെങ്കിൽ. ഞാൻ കൊണ്ടുത്തരാം അങ്കിളിന് കൃത്യം 60 ml. Make it 90, my boy. ഓക്കേ, തൽക്കാലം ഇവിടെ ഇരിക്കും. എത്ര നേരം വിളിച്ചു? എവിടെ പോയി കിടക്കായിരുന്നു നീ? ആ, ഇവൻ ഉണ്ടായിരുന്നു ഇവിടെ. സീരിയലിന്റെ സ്റ്റോറി ഡിസ്കസ് ചെയ്യാൻ വന്നാവും. മമ്മി ഒന്ന് ചുമ്മാ ഇരുന്നേ. പപ്പയെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നതാ സജി. പപ്പയ്ക്ക് എന്താ സമാധാനക്കുറവ്? ചായവും ചാലിച്ചിരുന്നാ പോരെ? ബാക്കിയുള്ളവർക്കാ ടെൻഷൻ. അവിടെ ഫംഗ്ഷൻ തുടങ്ങാറായി. ചീഫ് ഗസ്റ്റിനെ റിസീവ് ചെയ്യേണ്ടത് ഞാനാ. ഓട്ടോറിക്ഷ പുറത്ത് നിർത്തിയിട്ടേ വന്നത്. ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാവില്ലല്ലോ. എങ്ങനെ ഉണ്ടാവാനാ? ആ, നീ ഇതുവരെ അയൺ ചെയ്തില്ലേ? അപ്പോഴേക്കും പപ്പ. ഓ, നിന്റെ ഒരു പപ്പ. ഇന്ന് വേഗം അയൺ ചെയ്യ്. അതെ, ഞാൻ ഇറങ്ങാം. ഇനി ഇവിടെ ഒന്നും ശരിയാവില്ല. അപ്പൊ നീ പപ്പയ്ക്ക് പ്രോമിസ് ചെയ്ത 90 ml കൊണ്ടു കൊടുക്കുന്നില്ലേ? കൊടുക്കണോ? രാവിലെ അങ്ങേരെ കണിയണ്ട് ഇറങ്ങിയപ്പോഴേ ഓർത്തതാ ഇന്നത്തെ ദിവസം കൊളാവൂന്ന്. മടുത്തു തുടങ്ങി ഇപ്പൊ ഇവിടെ. ഇതൊക്കെ അറിഞ്ഞിട്ടാവും റോബി ചായനും ഇങ്ങോട്ട് വരാത്തത്. ആനി ചേച്ചി ആണെങ്കിൽ പിന്നെ ഒന്നിലൊരു റിയാക്ഷൻ ഇല്ലാത്ത കൂട്ടത്തിലാ. ഒക്കെ ശരിയാവുന്നേ. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും പങ്കുവെക്കാൻ ഞാനില്ലേ നിനക്ക്? അതേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഒരു ആശ്വാസം. പോട്ടെ. ആരാ? എട്ടും പൊട്ടും തിരിച്ചറിയാൻ പാടില്ലാത്ത പ്രായത്തിൽ നിങ്ങൾ ഇട്ടേച്ചു പോയ അപ്പനാടി ഇട്ടോപ്പ്. അപ്പാ, അമ്മച്ചിന്തിയെ അപ്പം പോയ വിഷമത്തില് ഇല്ല. കട്ടപ്പനക്കാരൻ കുട്ടപ്പന്റെ കൂടെ ഒളിച്ചോടി. ഇത് സിംഹ ഇര പിടിക്കുന്ന പോലാണല്ലോ നീ കയറി പിടിക്കുന്നത്. എടാ, അപ്പനും മോളും എന്നൊക്കെ പറയുമ്പോ ഒരു ഇന്റിമസി വേണം. ഇതിലിപ്പോ അതാ ഇല്ലാത്ത. എന്നാ കുറച്ച് പോയി മേടിക്കും. എന്തോന്നു? ഇല്ലണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞത് ശരിയാവൂലെന്ന്. ചുമ്മാ ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു റിഹേഴ്സലോട് നോക്കാം. ഹംക്കല്ല ഹമീദ്. രണ്ടും ഒന്ന് തന്നെ. അല്ല വേണ്ട, മറിയിക്കും. ഞാൻ കാണിക്കുന്ന പോലെ ചെയ്യും. ആദ്യം ഇങ്ങനെ തൊടുക, വളരെ പതുക്കെ. പിന്നെ ഇങ്ങനെ ഒരു പിടുത്തം. അത്രേ ഉള്ളൂ. മനസ്സിലായോ? എന്നാ പിന്നെ ഞാൻ കാണിച്ചു തരാം. വേണ്ട വേണ്ട വേണ്ട. ഒരു അസോസിയേറ്റ് ഡയറക്ടർ അവകാശമായത്. ഓഹോ, എന്നാലേ പണ്ടൊരിക്കൽ നീ എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ടോ? തലയിരിക്കുമ്പോ ബാലാടണ്ടെന്ന്. ഞാൻ പറയുന്ന അങ്ങ് അനുസരിച്ചാ മതി. മാറിയിക്കടാ. ഒന്നുകൂടെ നോക്കാം. ആക്ഷൻ. ഞാൻ കാലുമ പിടിക്കാം, കെട്ടിപ്പിടിക്കാൻ പറ്റൂല. എടാ ഹമീദ, ഇത്രേ ഉള്ള കാര്യം. ആദ്യം ഇങ്ങനെ തൊടുക, പിന്നെ ഇങ്ങനെ ഒരു പിടിച്ചോ. ഇനിയിപ്പൊ നിന്റെ അപ്പം കയറി പിടിച്ചില്ലേ, നീ തന്നെ കയറി അങ്ങ് പിടിച്ചോ. എന്താ നീ കാണിക്കുന്നേ? അങ്ങോട്ട് കയറി കെട്ടിപ്പിടിക്കാൻ മാത്രം അത്ര ചീപ്പല്ല എന്റെ കഥാപാത്രം. എന്നാ നീ തന്നെ കയറി അങ്ങ് അഭിനയിക്കും. ഞാൻ അഭിനയിച്ചോളാം. മഞ്ജു മാറ്. അല്ല, ശരിയാവൂലേ? ശരിയാവും ശരിയാവും, അതിനേക്കാൾ ശരിയാവും. എന്നാ ഞാൻ റിഹേഴ്സൽ നോക്കട്ടെ. പോരാ. അയ്യോ, എടാ സണ്ണി, നീ തന്നെ ഡയറക്ട് ചെയ്തോ. ഞാനിവിടെ എങ്ങും ഇല്ലെന്ന് പറഞ്ഞേക്ക്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഡയറക്ടർ മാറിയിരിക്കുകയാണ്. അപ്പൊ ഇനി ഒരുപാട് റിഹേഴ്സലിന് ശേഷം മാത്രമേ ടേക്ക് ഉണ്ടോ. റിഹേഴ്സൽ കഴിഞ്ഞല്ലേ? അതിന് അവൻ കാണിച്ചതെന്ന് പറഞ്ഞു അല്ലിത്. അയ്യോ, നിന്നെ പിന്നെ കണ്ടോളാ.
എന്നാ ചെയ്യും? സജി സജി എവിടെ? സജിയോ? ആ സജി ഇവിടെ വന്നില്ലല്ലോ. ദേ കള്ളം പറയില്ലേ, വീട്ടിൽ ചെന്നപ്പോ ഇവിടെ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. ഇച്ച ഇങ്ങോട്ട് വന്നേ. സജി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇച്ചാനെ കണ്ടപ്പോ മേലോട്ട് ഓടിയതാ. ആണോ? ആ. ഇന്ന് അവന്റെ ഷൂട്ടിംഗ് ഞാൻ നിർത്തിച്ചു കൊടുക്കാം. അല്ല പിന്നെ അയ്യോ സജി മോളിലുണ്ടോ? അറിയില്ല മോനെ. ഇന്ന് അവന്റെ അന്ത്യം. ആ അപ്പൊ ഇനി ഞാൻ പറയുന്ന പോലെ നിങ്ങൾ എല്ലാരും അങ്ങ് അഭിനയിച്ചു. മാത്തച്ചായനൊന്ന് പോട്ടെ, എന്നിട്ട് നിന്നെ അങ്ങ് കാണിച്ചാലോ എങ്ങനെയാ കെട്ടിപ്പിടിക്കുന്നതെന്ന്. നീ കാണിച്ചിരുന്നോ? കാണിച്ചോ? മച്ചാനെ സജി ഇവിടെ വന്നിരിക്കുന്നു. എവിടെ? ഇവിടെ. അയ്യോ കാല് വയ്യാത്തവരാണേ. വഴി മാറ്. ഈ സീരിയലിൽ ഒരു പിച്ചക്കാരനുള്ളതല്ലേ പറഞ്ഞത്? ഇതിപ്പോ ഞാനില്ലാതെ വേറൊരാള്. അവന് കെട്ടിപ്പിടിക്കണം അല്ലേ? നിന്നെ ഞാൻ കയ്യിലെടുത്തോളാ തെണ്ടി. തെണ്ടി അപ്പച്ചത് ഞാനാ. സജി സജി കൊള്ളാം, നീ ആയിരുന്നോ? തെണ്ടിക്കരുതേ കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം വേഷവും കെട്ടിയിടും തെണ്ടുന്നോടാ. നാണം ഉണ്ടോടാ നിനക്ക്? അതെങ്ങനാ? വിത്ത് ഗുണം 10 പറയാറ്. കഷ്ടം തന്നെടാ. എന്താ എന്താ അകത്തൊരു ഭ്രാന്തൻ. പ്രാന്തനോ? ഞാനാടാ. അയ്യേ, അപ്പച്ചനും ചേർന്നുള്ള കളിയായിരുന്നല്ലേ? തന്നോളമായ മക്കളെ കൂട്ടുകാരായി കാണണം എന്ന് വെച്ചാൽ അതിനർത്ഥം അവന്റെ താളത്തിനൊത്ത് തുള്ളണമെന്നല്ല. ഇതൊക്കെ ഇനി എന്നാ പഠിക്കാൻ പോണേ? ഞാൻ അവന്റെ സീരിയലില് മതി, ഇനി എനിക്കൊന്നും കേക്കണ്ട. ഞാൻ അവനെ കൊണ്ടുപോകാൻ വന്നതാ, തെണ്ടിക്കാനല്ല. ജീവിക്കാൻ എന്തെങ്കിലും വഴി കാണിച്ചു കൊടുക്കാൻ പറ്റുമോ നോക്കാനാ. ഇതൊക്കെ അയച്ചു കളഞ്ഞിട്ട് വാടാ. ഇന്നലെ സണ്ണി ഡയറക്ട് ചെയ്ത് ആകെ ചളമാക്കി. എന്റെ സ്ക്രിപ്റ്റ് മുഴുവനും നശിപ്പിച്ചു. ആഹാ, നശിപ്പിച്ചോ? നശിപ്പിക്കാൻ അതിൽ എന്താ ഉള്ളത്? MTയുടെയും പത്മരാജന്റെയും പോലുള്ള ഉഗ്രൻ സ്ക്രിപ്റ്റ് അല്ലയോ അത്? കളിയാക്കണ്ട. എന്താ ഞാനൊരു പെണ്ണാണെന്ന് എഴുതി സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കാൻ അറിയില്ലെന്ന് എന്റെ വിചാരം? അതിന് നിനക്ക് സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കാനല്ലല്ലോ, വഴക്കുണ്ടാക്കാനല്ലേ അറിയൂ. ഓ, പറയണാളൊരു പാവം. അതെ, ഉറങ്ങുമ്പോ ഞാൻ പഞ്ച പാവാണെന്ന് അമ്മച്ച് പറയാറ്. അതെന്താ അങ്ങനെ? അതെ, മണ്ടന്മാർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാ. ഓ, അതുകൊണ്ടല്ലേ അതേ കാറ്റഗറിയിലുള്ള നിന്നെ ഞാൻ കൂടെ കൂട്ടിയത്. ഒരു വാക്കിന് വിട്ടരുത് കേട്ടോ. ആ, എന്നോടല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ? മാത്തച്ചായനെ കണ്ടപ്പോ ഈ ആള് നാക്കൊക്കെ എവിടെയാ പോയേ? ആ, പോയതല്ലോ, മാത്തച്ചാൻ കൊണ്ടുപോയതല്ലേ മിനിസ്റ്ററെ കാണാൻ. എന്നാ കണ്ടോ? അതുമില്ല. അവസാനം വെള്ളക്കടലാസ് ഒപ്പിടിച്ച് വാങ്ങിക്കുകയും ചെയ്തു ജോലിക്കാര്യത്തിനെ. 25ാമത്തെ തവണ ഞാൻ ഈ പണി ചെയ്യുന്നത്. ഏത് പണി? ഈ ഒപ്പിട്ട് കൊടുക്കല്. ഓ, ആ, മാത്തച്ചായൻ പറഞ്ഞിട്ടല്ലേ, സാരമില്ല. ഒടുക്ക ഒന്നും കിട്ടിയില്ലെങ്കിൽ മാത്തച്ചായൻ എന്നെ പിടിച്ച് മന്ത്രിയെങ്കിലും ആക്കും. ആ, ബുദ്ധി കുറവായതുകൊണ്ട് നിനക്ക് ആ ചാൻസ് എങ്കിലും ഉണ്ട്. എനിക്കതും പറ്റില്ലല്ലോ. കൊല്ലുന്നില്ല ഞാൻ. ഓ, ആ, എന്തേലും ഒന്ന് ശരിയാകട്ടെ, എന്നിട്ട് വേണം അങ്കിളിനെ ആന്റിയും കണ്ട് ഒഫീഷ്യലായിട്ട് പെണ്ണു ചോദിക്കാൻ. ആഹാ, അപ്പൊ നിങ്ങൾ നിശ്ചയിച്ചു? കെട്ടാൻ പോണ പെണ്ണിന്റെ സമ്മതം വേണ്ടായിരിക്കും. അത് ചോദിച്ചു വാങ്ങിയിട്ടുണ്ടല്ലോ നേരത്തെ. എന്താ, വാക്ക് പിൻവലിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? നീ പിന്മാറിയില്ലെങ്കിൽ ഞാനും പിന്മാറില്ല. പോരെ? മതി. ഉം. എന്നാലും എന്റെ പെയിന്ററങ്ങളെ എങ്ങനെയാ ഒന്ന് കയ്യിലെടുക്കുക? ആ, അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. ഉം. പപ്പയുടെ പെയിന്റിംഗ് എക്സിബിഷൻ ഒന്ന് ഉഷാറാക്കി കൊടുക്കുക. എത്ര നിർബന്ധിച്ചിട്ടാ പപ്പ ഇതിനൊന്ന് സമ്മതിച്ചെന്നറിയോ? എന്താ അതിന്റെ പ്ലാനിങ്? ഡൽഹിയിൽ നിന്ന് പപ്പയുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. പുള്ളിയാവും ഇനോഗ്രേഷൻ. ഏതൊരു TV ചാനലിന്റെ MD. ആ, എന്നാ വിട്ടോ വണ്ടി. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ഐ നീഡ് ഇറ്റ് നൗ. വരും. ഹാപ്പി ആയില്ലേ? ഡൽഹിയിലെ ജോലി കളഞ്ഞത് അബദ്ധമായി പോയെന്ന് തോന്നുന്നുണ്ടോ തനിക്ക്? ഒരബദ്ധവും ഇല്ല. ചിത്രകാരന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു തോന്നിയപ്പോ കളഞ്ഞതാ അത്. ഇവിടെ ഒരു വിഷമേ ഉള്ളൂ, പെയിന്റിങ്സിന് മാർക്കറ്റ് കുറവാ. ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിനുള്ള അവസ്ഥയിലുമല്ല ഞാൻ. ഐ മീൻ ഫിനാൻഷ്യലി. കുറെ പെയിന്റിങ്സ് ഞാൻ വാങ്ങുന്നുണ്ട്, പറഞ്ഞില്ലേ, റോയൽ ടിവിയുടെ ഓഫീസിലേക്ക്. താങ്ക്സ്. ആ സാറ്റലൈറ്റ് ചാനൽ ആകെ ഒന്ന് അഴിച്ച് പണിഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ. ആ, അത് പറഞ്ഞപ്പോഴാ പ്രോഗ്രാം സൈഡിൽ ഒരു വേക്കൻസി ഉണ്ട്. മായ ജേർണലിസം കഴിഞ്ഞ് നിൽക്കുകയാണെന്നല്ലേ പറഞ്ഞത്? ആ, ഞാൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത് നോക്കാം മായയ്ക്ക് ഒരു ജോലിയുടെ കാര്യം. ഞാനിത് എങ്ങനെയാ തന്നോട് പറയണതെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. സീൻ 1, ഡേ എക്സ്റ്റീരിയർ. പൂരപ്പറമ്പിൽ കൃഷ്ണപിള്ളയുടെ വീട്. ചാണകക്കുഴി. ചാണകമിടുന്ന പൂരപ്പറമ്പിൽ കൃഷ്ണപിള്ള. അയ്യേ, കൃഷ്ണപിള്ള ചാണകമാണോടാ ഇടുന്നേ? ആരാടാ ഈ സ്ക്രിപ്റ്റ് എഴുതിയത്? മായ
ഞാൻ അപ്പോഴേ പറഞ്ഞതാ മായനെ കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിക്കേണ്ടത്. ഇതൊന്നും പെണ്ണുക്ക് പറഞ്ഞ പണിയല്ല. എന്താണ് സ്ക്രിപ്റ്റിന് കുഴപ്പം? എന്താ കുഴപ്പം ഇല്ലാത്തത്? ആത്മാർത്ഥമായിട്ട് ചാണകത്തെ സ്നേഹിച്ച ഒരാളുടെ കഥയില്ലേ ഇത്? ആ ചാണകക്കാരന്റെ ആത്മസംഘർഷം എത്ര മനോഹരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. എന്തായാലും നീ ഉണ്ടാക്കുന്നതിനേക്കാൾ നന്നായിട്ട് മായ എഴുതിയിട്ടുണ്ട്. വഴക്ക് വേണ്ട, ചെക്ക് ഞാൻ ഒപ്പിടാം. പേന എന്താ പച്ച ഒപ്പിടുന്നില്ലേ? അതല്ല, ആ പൂരപ്പറമ്പ് കൃഷ്ണപിള്ള എന്ന കഥാപാത്രമില്ലേ, ആ ചാണകക്കാരൻ ആരാ വേഷം ചെയ്യുന്നേ? അത് തീരുമാനിച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട് ഈ ചെക്കിന്റെ ഒപ്പം. എന്നതാ പച്ച? ആ വേഷം ഞാൻ തന്നെ ചെയ്തോളാം. അയ്യോ, എന്താടാ? അല്ല, 60 വയസ്സുള്ള ഒരു തെണ്ടിയുടെ വേഷം ഇതിലുണ്ട്. അതുപോരെ? കഴിഞ്ഞ സീരിയലിൽ ഒരു തെണ്ടിയുടെ വേഷമല്ല എനിക്ക് തന്നത്. പോരാത്തതിന് അതിലൊരു വരി ഡയലോഗ് പോലും ഉണ്ടായില്ല. എന്തായാലും ആ കേട് ഞാൻ ഇതിൽ തീർക്കും. അതുകൊണ്ട് ഈ വേഷം ഞാൻ തന്നെ ചെയ്യും. എന്തു പറയണു? ആ. രക്ഷപ്പെട്ടോ മാത്തച്ചായന? അയ്യോ അയ്യോ സ്ക്രിപ്റ്റ് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കണം. സജി, എടാ സജി, ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവനോട് പോയി. രവി, രവി, സജി, സജി, പോവല്ലേ? ആ സജി, നീ എന്താടാ നിന്ന് അണയ്ക്കുന്നേ? ഹലോ, ഇച്ചായും വിളിക്കുന്ന കേട്ട് ഓടിയതുകൊണ്ടാ. അല്ല അപ്പച്ച, ആ, യവനെ വിളിച്ചേനെ അപ്പച്ചൻ എന്തിനാ കൂടെ ഓടിയേ? അത് വെറുതെ ഒരു കമ്പനിക്ക്, അത്രേ ഉള്ളൂ. കമ്പനിക്കോ? അപ്പച്ചൻ എന്തോ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. അത് നിന്റെ അപ്പനായതുകൊണ്ട് തോന്നണം, അല്ലാതെ ഒന്നുമില്ല. അതെ, എനിക്കറിയാം. ഈ ഇടയായിട്ട് അപ്പൻ അഭിനയിക്കാനും പഠിച്ചു തുടങ്ങിയല്ലേ? ഓ, നിനക്ക് തോന്നി തുടങ്ങിയോ എന്ത് ഞാൻ അഭിനയിക്കുന്നു? ഓ, ദേ രാവിലെ തന്നെ മനുഷ്യന്റെ ക്ഷമ പരിശോധിക്കരുത്. എവനെങ്കിലും നന്നാവാനുള്ള ഒരു വഴിയുമായിട്ടാ ഞാൻ വന്നേ. എടാ ഇത് തന്നെ, അതൊരു കവറ്. എടാ കവറിനകത്ത് എന്തായിരിക്കും? ഇച്ചായനും അറിയില്ല, എനിക്ക് എങ്ങനെ അറിയാം? എന്നാൽ ഇതിനകത്ത് ഒരു ജോലിയാ, ഇന്റർവ്യൂവിനുള്ള കാൾ ലെറ്റർ. എവിടെ ഇച്ചായ? ആ, അത് കിട്ടുമ്പോ അറിഞ്ഞാ മതി. അതെന്തിനായ? എവിടാന്ന് പറഞ്ഞ ഇപ്പൊ എന്തോ സംഭവിക്കാനോ? നീ ചെന്ന് നിന്റെ കൂട്ടുകാര് പെറുക്കിയോട് പറയും, പിന്നെ അവന്മാരും കൂടെ തള്ളും. എന്തിനാടാ അതിനൊക്കെ പോകുന്നത്? തൽക്കാലം അവന്റെയൊക്കെ കണ്ണി പൊടി ഇടുന്നതാ നല്ലത്. ഇപ്പൊ തന്നെ അവന്മാർക്ക് ഇത്രയും കിട്ടിയ സ്ഥിതിക്ക് ഇനി കണ്ണിലും കൂടെ പൊടിയിടുന്ന കഷ്ടമല്ലേ? നീ സംസാരിക്കാതെ വേഗം പോയി ഡ്രസ് മാറ്. പോണ വഴിക്ക് വീട്ടിലും കയറണം. അപ്പൊ എവിടാന്ന് പറയില്ല? പറയില്ല. പറയില്ലേ? പറയില്ല. ഇല്ല. ഇല്ല വേണ്ടപ്പോ